الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇൻഷാഅല്ലാഹ് ഒരു 5:30 വരെ ഈയുള്ളവൻ അല്പകാര്യങ്ങൾ തസവ്വുഫുമായി ബന്ധപ്പെട്ട് വിഷയം സംസാരിക്കും. അതിനുശേഷം മാത്രമേ മൈക്ക് മറ്റ് ചർച്ചകൾക്ക് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സുഹൃത്തുക്കൾ ആരും ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് മൈക്ക് കിട്ടുമോ, എനിക്ക് മൈക്ക് തരുമോ എന്നൊന്ന് ചോദിച്ച് ഇപ്പോൾ PM ചെയ്യരുത് എന്ന് വിനീതമായി എല്ലാ വിവന്യ സുഹൃത്തുക്കളോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഡൗൺലോഡ് ഉണ്ടോ എന്ന് ഏതോ സുഹൃത്ത് എന്നോടാ ചോദിച്ചത്. ഓക്കെ, അതാ സംഭവം. ഓക്കെ, ഡൗൺലോഡ് നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെയ്തു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഓഫ് ചെയ്യാം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ അദ്കിയായിലൂടെ വളരെ വ്യക്തമായി ചില ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലാഹുവിന്റെ ത്വരീഖിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കുന്നുണ്ട്. ആ ഉപദേശങ്ങളിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പറയാനും അതിലുപരി ഉൾക്കൊള്ളാനും നമ്മയൊക്കെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ 7ാമത്തെ ഉപദേശമായി നമുക്ക് നൽകിയിരിക്കുന്നത് ഇഖ്ലാസ് എന്ന് പറയുന്ന മഹിതമായ ഉപദേശമാണ്. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ ഇഖ്ലാസ് നിഷ്കളങ്കത എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ തന്നെ കളങ്കം ഇല്ലാത്ത എന്നാണ് അവസ്ഥ. കളങ്കം എന്ന് പറയുന്ന അള്ളാഹുവിന് നൽകേണ്ട കർമ്മങ്ങൾ, അള്ളാഹുവിന്റെ ത്വാഅത്തുകൾ അവന് മാത്രം അർപ്പിക്കുക, അത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാതിരിക്കുക എന്ന് തന്നെ. കാരണം കളങ്കരഹിതമായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അത് കളങ്കമാകുന്നു. ആ കളങ്കമില്ലായ്മയാണ് ഇഖ്ലാസ്, നിഷ്കളങ്കത എന്ന് നമ്മൾ മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തും. മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഇഖ്ലാസിനെ വിശദീകരിച്ചപ്പോ ഇഖ്ലാസിനെ കുറിച്ച് പറഞ്ഞു, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅതി ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കൈലാ. നീ ഇഖ്ലാസ് ഉള്ളവനാകണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക, നിന്റെ ദൈവത്തോട് അല്ലാഹുവിനോടുള്ള സാമീപ്യം മാത്രം ത്വാഅത്തുകളെ കൊണ്ട് ഉദ്ദേശിക്കുക. ത്വാഅത്തുകളെ കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം മാത്രം ഉദ്ദേശിക്കുക. നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്, അതുപോലെ സക്കാത്ത് നൽകുന്നത്, സ്വതക്ക നിർവഹിക്കുന്നത്, അതുപോലെ ദീനീ പ്രബോധനം നടത്തുന്നത്, മറ്റു ഓരോ മേഖലകളിലും അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടുന്ന ഓരോ വകുപ്പുകളും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അവന്റെ സാമീപ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാവുക. ഇതാണ് ഇഖ്ലാസിന്റെ വളരെ വ്യക്തമായി പെട്ടെന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു നിർവചനം. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ കർമ്മങ്ങൾ സ്വീകരിക്കൂ എന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാം. മാത്രമല്ല, കർമ്മങ്ങളുടെ സ്വീകാര്യത എന്ന് മാത്രമല്ല, പ്രയാസങ്ങളുടെ പരിഹാരം പോലും ഇഖ്ലാസ് കൊണ്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് സഹായിക്കപ്പെടുന്നത്, ഈ ഉമ്മത്തിന്റെ അസന്നിഗ്ധ ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിലൊക്കെ അവർക്ക് സഹായം ലഭ്യമാകുന്നത് ബിദുഅഫാഇഹിം ബിദഅവാതിഹിം, അവരിലുള്ള ദുർബലന്മാരായ ആളുകളെ കൊണ്ടാണ്, അവരുടെ പ്രാർത്ഥനകളെ കൊണ്ട്, വസ്വലാത്തിഹിം, അവരുടെ നമസ്കാര കർമ്മങ്ങളെ കൊണ്ട്, വൈഖ്ലാസിഹിം, അവരുടെ നിഷ്കളങ്കമായ സമീപനം കൊണ്ട്. ഇതുകൊണ്ടാണ് ഉമ്മത്ത് തന്നെ സഹായിക്കപ്പെടുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിൽ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നാൽക്കാലികളും അതുപോലെ പിഞ്ചു പൈതങ്ങളും വാർദ്ധക്യ സഹജമായ വാർദ്ധക്യത്തിൽ കടന്നവരും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മേൽ ശക്തമായ അദാബിനെ അള്ളാഹു ഇറക്കിയേനെ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നു. ഓർത്തുപോകുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ് റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വനഫഅനാ ബിഉലൂമിഹി വഅസ്റാരിഹി ഫിദ്ദാറൈൻ. മഹാനവറുകൾ ഒരിക്കൽ അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് ദുആഇന് 2 ദിവസത്തേക്കുള്ള പ്രഭാഷണത്തിന് പോയപ്പോ അവിടുത്തുകാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മഴയില്ല, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് അവറുകൾ 1-ാം ദിവസത്തിൽ പ്രസംഗത്തിൽ, മമ്പാട് സമീപത്തുള്ള പ്രദേശമാണ് സ്ഥലം, മമ്പാട് സമീപത്തുള്ള പ്രദേശത്ത് പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ഉസ്താദ് അവറുകൾ 2 ദിവസത്തെ പ്രസംഗത്തിന് പോയപ്പോ അവര് പറഞ്ഞു, ഉസ്താദെ മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് 1-ാം ദിവസം ഒന്നും പ്രസംഗിക്കാതെ
ഒന്നും പ്രാർത്ഥിക്കാതെ, മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാതെ നാട്ടുകാരോട്, അവിടുത്തെ പ്രധാനികളോട് പറഞ്ഞു, നാളെ വരുമ്പോ എല്ലാവരും വീട്ടിലുള്ള കന്നുകാലികളെ കൊണ്ടുവരണം. തന്റെ വീട്ടിലുള്ള ആടുമാടുകളെ നാളെ വയലിന് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഉസ്താദ് അവറുകൾ അന്ന് പ്രാർത്ഥിച്ചില്ല. പിറ്റേ ദിവസത്തെ പ്രഭാഷണത്തിന്റെ ഒടുവിൽ പ്രാർത്ഥിക്കാതെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട അവിടുത്തെ മാനേജ്മെന്റ് ഭാരവാഹികൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ഉസ്താദിനോട് അവര് പറഞ്ഞത്രേ, ഉസ്താദ് ചോദിച്ചു, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു കൃത്യമായി കന്നുകാലികളെ കൊണ്ടുവരണമെന്ന്. കന്നുകാലികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഉസ്താദെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ കന്നുകാലികൾ? അതാ ഈ കാണുന്ന മറയുടെ അപ്പുറത്ത് കന്നുകാലികളാണെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് അവர்கள் തന്റെ സ്റ്റേജിൽ നിന്നിറങ്ങി ആ കന്നുകാലികളുടെ സമീപത്തേക്ക് പോയിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചത്രേ, പടച്ചവനെ, ഞാനും ഈ കന്നുകാലികളും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉസ്താദേ, കന്നുകാലികളെ ഞാനും തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തമ്പുരാനെ, അല്ലാഹുവേ, റബ്ബേ, നീ ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുവെന്നും പ്രാർത്ഥനക്കുത്തരം ഉടനെ ലഭിച്ചുവെന്നും അവിടുത്തുകാർ സാക്ഷികളാണ്. എങ്കിൽ നമ്മൾ ആലോചിക്കണം, ഇതുപോലെ പാവപ്പെട്ട ആളുകളെ കൊണ്ടും അവരുടെ നിഷ്കളങ്കമായ ഖിലാസ് കൊണ്ടും എന്താ പിഞ്ചുപൈതങ്ങൾക്കുള്ള പ്രത്യേകത? പിഞ്ചുപൈതങ്ങൾ നിഷ്കളങ്കരാണ്. അവരുടെ പുഞ്ചിരിയും അവരുടെ ചിരിയും അവരുടെ കരച്ചില് പോലും നിഷ്കളങ്കമായ വകുപ്പിൽ നിന്ന് ഉടലെടുക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കമായ ആ ശൈലി ഒന്ന്, നിഷ്കളങ്കമായ ആ ഒരു ശൈലി. അതേ പ്രകാരം തന്നെ മറ്റൊന്നാണ് പ്രായം ചെന്ന അങ്ങേയറ്റം പ്രായാധിക്യം ബാധിച്ച ആളുകൾ. പ്രായാധിക്യം ബാധിച്ചവർ പലപ്പോഴും ഒരു കുഞ്ഞു പൈതലിന്റെ മനസ്സിലേക്ക് മാറുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും ധാരാളം പ്രായം കൂടുന്തോറും മനുഷ്യൻ കുഞ്ഞിന്റെ സ്വഭാവത്തിലേക്ക് മാറും. അപ്പോൾ നിഷ്കളങ്കനായ ഒരാളായി മാറാൻ കഴിയുമെന്നാണ് താല്പര്യം. എങ്കിൽ ആ രണ്ടുപേരും അതേ പ്രകാരം കന്നുകാലികളും ഇവരെ കൊണ്ടാണ് ഭൂമിയുടെ നിലനിൽപ്പ് എന്ന് വരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അദാബുകൾ ഇറക്കാതെ ഭൂമി ലോകത്തെ കഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം ഈ ഹദീസിന്റെ മുൻനിർത്തി, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തെ സഹായിക്കപ്പെടുന്നത് ബിളുഅഫാഇഹിം, ഈ ഉമ്മത്തിലെ ദുർബലരെ കൊണ്ടാണ്. സ്വലാത്തിഹിം ബിദഅവാതിഹിം വസലാത്തിഹിം വഇഖ്ലാസിഹിം, അവരുടെ പ്രാർത്ഥനകളെ കൊണ്ട്, അവരുടെ നമസ്കാരങ്ങളെ കൊണ്ട്, അവരുടെ ഇഖ്ലാസ് കൊണ്ട്. എന്ന് പറഞ്ഞ ദുർബലരെന്ന് പറഞ്ഞാൽ വളരെ ഒന്നും കഴിയാത്ത ആളുകളൊന്നും അർത്ഥം വെച്ചോളണമെന്നില്ല. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിഭാഗത്തെ കൊണ്ട് സഹായം നൽകാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും പറഞ്ഞു വന്നത്, ഇഖ്ലാസ് എന്ന് പറയുന്ന വളരെ വ്യക്തമായ, വളരെ പ്രാധാന്യമുള്ള ഇബാദത്തുകളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു കാണേണ്ട പ്രധാനമായ വകുപ്പാണ് ഇഖ്ലാസ്. ഇതില്ലാത്തവന്റെ കർമ്മം സ്വീകരിക്കില്ല. അവനോട് പരലോകത്ത് വെച്ച് അല്ലാഹു പറയുമത്രേ, നീ ആർക്കു വേണ്ടിയാണോ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് അവരോട് പോയി പ്രതിഫലം വാങ്ങിക്കൊള്ളൂ. അല്ലാഹു പറയും. നമ്മൾ ആ സമയത്ത് അങ്ങനെ പറയുമ്പോ എന്തായിരിക്കും സത്യത്തിൽ നമ്മൾ കാണേണ്ട അവസ്ഥ? അങ്ങനെ ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ സത്യത്തിൽ നമ്മുടെ പരാജയത്തിന്റെ ഊക്ക് എത്രമാത്രമായിരിക്കും ആലോചിക്കണം. നമ്മളിവിടെ വെച്ച് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ അള്ളാഹുവിന് വേണ്ടി കർമ്മം ചെയ്യുന്നത് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ, അതുപോലെ അവന്റെ നരകത്തെ തൊട്ട് കാവൽ ലഭിക്കാനാണ്. എങ്കിൽ ഇങ്ങനെ ഒരു സ്വർഗം ലഭിക്കാനും നരകത്തെ തൊട്ട് കാവൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സംവിധാനത്തെത്തുമ്പോ അള്ളാഹു പറയാണ്, നിങ്ങൾ ആർക്ക് വേണ്ടി കർമ്മം ചെയ്തുവോ അവരോട് പോയി പ്രതിഫലം തേടൂ എന്ന് പറയുമ്പോ നമ്മൾ കൈകടിച്ചു പോകും. ഇവിടെയാണ് ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പോരായ്മ നമുക്ക് ബോധ്യപ്പെടുക. ഇവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഇഖ്ലാസ് എന്ന് പറയുന്ന ഉപദേശത്തെ നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്നത്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധമുഖത്തൊരു ശത്രുവിനെ കൊല്ലാൻ വേണ്ടി വളരെയധികം സാഹസപ്പെട്ട് ശത്രുവിനെ മലർത്തിക്കിടത്തിയ വേളയിൽ കൊല്ലാനുള്ള എല്ലാ സാഹചര്യം ഒരുങ്ങിയപ്പോഴാണല്ലോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ഈ ശത്രു തുപ്പിയത് കാരണം അലിയാർത്തങ്ങൾ വിട്ടു. എന്റെ കാര്യം? അവിടെ അലിയാർത്തങ്ങൾ ഇതുവരെ അള്ളാഹുവിന്റെ കലിമത്ത് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമായി തീരുന്നതിന് വേണ്ടിയായിരുന്നു പോരാടിയത്. പക്ഷേ തന്റെ മുഖത്തേക്ക് തുപ്പലിലൂടെ തന്നോട് ചെയ്തൊരു കാര്യത്തിനുള്ള പ്രതികാരമാകുമോ എന്ന് ഭയന്ന് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നതുണ്ടെങ്കിലേ സ്വീകാര്യയോഗ്യമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട്,
മുഹ്ബിതൻ ലിഇബാദതി വൻളുർ ഇലാ നളിരിൽ അലീമി ഫതക്മുലാ വഹ്ദർ റിയാഅൻ മുഹ്ബിതൻ ലിഇബാദ. ഇബാദത്തിനെ നശിപ്പിച്ച് കളയുന്ന റിയാഇനെ നീ സൂക്ഷിക്കണം. ഇഖ്ലാസിന്റെ ഓപ്പോസിറ്റാണ് റിയാ. ലോകമാന്യം ലോകരെ കാണിക്കുന്നതിന് വേണ്ടി, മാലോകരറിയുന്നതിന് വേണ്ടി, മാലോകരെടുത്താണ് അവന്റെ എല്ലാ കണ്ണും. എന്നിട്ട് മഹാൻ പറയുന്നു, വൻളുർ ഇലാ നളിരിൽ അലീമി ഫതക്മുലാ. പ്രപഞ്ച സൃഷ്ടാവായ സസൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിന്റെ നോട്ടസ്ഥലത്തേക്ക് നീ നോക്കണം. അള്ളാഹുവിന്റെ നോട്ടസ്ഥലം അത് ഹൃദയമാണ്. അത് ശുദ്ധീകരിച്ച് അതിൽ അള്ളാഹുവല്ലാത്ത മറ്റൊരാളെ പ്രതിഷ്ഠിക്കാതെ മുന്നോട്ട് പോകണം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലത്ത് കൂടുതൽ ശിർക്കിനെയല്ല ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗർ. അതേതാണ് അശ്ശിർക്കുൽ അസ്ഗർ? റിയാ ആണ്. ഇഖ്ലാസിന്റെ ഓപ്പോസിറ്റായ റിയാ ആണ് ശിർക്കുൽ അസ്ഗർ. ഈ ശിർക്കുൽ അസ്ഗർ കൂടുതൽ ഭയപ്പെടേണ്ടതാണ്. ശിർക്കുൽ അസ്ഗർ ഉള്ളവന് കാര്യം പ്രയാസമാണ്. ഒരു ഹദീസ് ഇങ്ങനെ കാണാം, മൻ തലബദ് ദുനിയാ ബിഅമലിൽ ആഖിറ. ആഖിറത്തിന്റെ പ്രവൃത്തി കൊണ്ട് വല്ലൊരുത്തനും ദുനിയാവിനെ തേടിയാൽ, ഒരു നമസ്കാരം കൊണ്ട്, അല്ലെങ്കിൽ ഒരു സക്കാത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹജ്ജ് കൊണ്ട്, തുടങ്ങി സ്വതക്ക കൊണ്ട്. പലപ്പോഴും നമ്മളൊക്കെ വേദികളിലും മറ്റുമൊക്കെ ഒരുപാട് സംഭാവനകളൊക്കെ സമർപ്പിക്കുന്ന ആളുകളോട് രഹസ്യമായ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും സാധുവിന്റെ വിഷയത്തിൽ നമ്മളൊരു 5 പൈസ ചോദിച്ച ചിലപ്പോ വലിയ സ്റ്റേജുകളിൽ വെച്ച് ലക്ഷങ്ങളും കോടികളും വിതരണം ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ രഹസ്യമായ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ പ്രയാസ പരിഹാരത്തിന് വേണ്ടി നമ്മളൊന്ന് സമീപിച്ച ചിലപ്പോ അയാൾ പറയുന്ന വാക്ക് ഒന്നുമില്ല എന്ന് പറയുകയോ എന്തെങ്കിലും നിസ്സാരമായ തുക തന്ന് ഒഴിവാക്കുകയോ ചെയ്യും. അതെന്തുകൊണ്ടായിരിക്കാം? സ്റ്റേജിലാകുമ്പോ 4 ആൾ അറിയും. 4 ആൾ അറിഞ്ഞാൽ മെച്ചമുണ്ട്, അതിനതിൻ്റെതായ ബഹുമാനവും ആദരവൊക്കെ കിട്ടും. അപ്പം പലപ്പോഴും സ്വതക്ക ചെയ്യുന്നത് ഈ ഒരു ആദരവിന് വേണ്ടി, ആളുകളുടെ പ്രശംസക്ക് വേണ്ടിയായി മാറുന്നു. നമ്മൾ ആലോചിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളിൽ നമ്മളൊക്കെ പലപ്പോഴും മനസ്സിന്റെ അകത്തളങ്ങളിൽ കടന്നു വരുന്ന ഒരു വല്ലാത്തൊരു മോശമായ ഒരു അസുഖമാണിത്. ഇത് സുഖപ്പെടുത്തേണ്ടത് നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും. പഴയ കാലത്തൊക്കെ മുറബിയായ മശായിഖുമാരെയൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. ഇന്ന് നമുക്ക് മുറബിയായ മശായിഖുമാരുണ്ടെങ്കിൽ പോലും പലപ്പോഴും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന, പലപ്പോഴും മുറബിയാണെന്ന് പറഞ്ഞ് പലരും രംഗത്ത് വന്ന് പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധമായ ആദർശങ്ങൾ പോലും പ്രചരിപ്പിക്കുന്ന ആളുകളാണ് മുറബി എന്ന് പറഞ്ഞു വരുമ്പോ നമ്മുടെ മുന്നിൽ അങ്ങനെയുള്ള ഒരു വേദി കാണാതിരിക്കുമ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവം മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വചനങ്ങളിൽ, പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാനും കേൾക്കാനും കൂടുതൽ വിനിയോഗിക്കും തോറും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരികയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതെങ്ങനെ ജീവിതത്തിൽ കടത്തിവിടാം എന്ന് ആലോചിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കൂടുതൽ നേരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പലപ്പോഴും പ്രഭാഷകരാകുമ്പോൾ പ്രഭാഷണത്തിന്റെ വാക്ചാതുര്യവും അതുപോലെ പ്രഭാഷണ വാക്ക് കസർത്തുകളുമായിരിക്കും നമ്മുടെ മുന്നിലുള്ള വലിയൊരു വസ്തുത. അതേപ്രകാരം പ്രഭാഷണമാണെങ്കിൽ അങ്ങനെ, സ്വതക്കയാണെങ്കിൽ അങ്ങനെ, വിജ്ഞാന സാഗരമാണെങ്കിൽ അങ്ങനെ, ഓരോ മേഖലകളിലും നമ്മൾ ചിലപ്പം വിജ്ഞാനങ്ങൾ പറയുന്നത് പോലും ഈ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തിനാകുള്ള, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു? നമ്മളിപ്പോ KCR എന്ന വലിയൊരു സേവനത്തിന് വേണ്ടി നമ്മളൊക്കെ പിന്നിലുണ്ട്. പക്ഷെ നമ്മുടെ നിയത്ത് അത് KCR അതൊരു നമ്മുടെ ഒരു ഹോബി ആയിട്ട് അങ്ങ് പോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വകുപ്പ് പറയാനാണ്. ഇങ്ങനെയൊക്കെ ഒരു പറച്ചല് പറയുമ്പോ അതൊരു വിഷയം. അങ്ങനെ ഒരു അല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീന്, പരിശുദ്ധ ഖുർആനും പരിശുദ്ധമായ മുസ്ലിമീങ്ങളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, അവർക്ക് എന്തെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും നന്മ കേൾക്കാൻ, അതിനൊക്കെയുള്ള ഒരു സാഹചര്യമായി നമ്മൾ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പം പുണ്യാർഹമാണ്. അതേസമയം നമ്മൾ തിരിച്ച് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുപോയാൽ നമുക്ക് വെറുതെ ആയി പോകും. അങ്ങനെ ഓരോന്നും നമസ്കാരങ്ങളൊന്നും ഇപ്പോൾ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യാറില്ല. അതേസമയം സക്കാത്ത്, ഹജ്ജൊക്കെ ആവർത്തികൾ ഹജ്ജ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഹജ്ജ് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ പലപ്പോഴും ഹാജി എന്ന് വിളിക്കാൻ, ഇനി ഹാജി എന്ന് വിളിച്ചാലും ചിലപ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യും. ഇനി ഹാജി എന്ന് വിളിച്ചാൽ പോലെ കഴിഞ്ഞ ഹജ്ജ്, അതിന്റെ പുറത്ത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പരിചയപ്പെടുത്തുകയും ചെയ്യും. ഉംറകളാണെങ്കിൽ ഉംറകളും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യും. എന്തിന്റെ പേരിലാ? അയാൾ ഇടയ്ക്കിടെ ഉംറക്ക് പോയി വരുന്ന ആളാണ്, അയാൾ വലിയ ഹജ്ജ് ചെയ്ത ആളാണ്. ഇങ്ങനെ ഒരു കീർത്തികൾക്ക് വേണ്ടി മാത്രം മാറുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അങ്ങനെയൊരു യുഗത്തിലേക്കാണ് നമ്മൾ തിരിച്ചു പോരാനിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാവരും എല്ലായ്പ്പോഴും പ്രകടനപരതയുടെ പിന്നിൽ നിൽക്കുന്ന, ഒന്നും ആർക്കും ഇഖ്ലാസ് അല്ല വിഷയമുള്ളത്. ഇഖ്ലാസിനേക്കാളുപരി പലപ്പോഴും കാണുന്നത് നമ്മുടേതായ ചില വകുപ്പുകൾ, അതിന്റെ പ്രകടനത്തിന് വേണ്ടി നമ്മൾ കാണുമ്പോൾ ഇത് നമുക്ക് പരലോകത്ത് നഷ്ടത്തിന് നിമിത്തമാകൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ പലപ്പോഴും നന്മക്ക് വേണ്ടി ചെയ്യുന്നത്, ലാഭകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുന്നത് നമുക്ക് നഷ്ടമായി കൂടാ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരം ഷറുകൾ നമ്മളെ തൊട്ട് കാക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കാം. ഏതായാലും റിയാ എന്ന് പറയുന്നത് ഇബാദത്തിനെ പൊളിച്ചു കളയും, ഇബാദത്തിനെ നശിപ്പിച്ചു കളയും, ഇബാദത്തിനെ നശിപ്പിച്ചു കളയും. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തലബ ദുനിയാ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന്റെ പ്രവൃത്തി കൊണ്ട് ദുനിയാവിനെ തേടിയാൽ തമസല്ലാഹു വജ്ഹഹു, അവന്റെ മുഖം അള്ളാഹു നശിപ്പിച്ചു കളയും. തമസ എന്ന് പറഞ്ഞാൽ അടിച്ചു കളയാന്നൊക്കെയാണ്. അള്ളാഹു അവന്റെ മുഖത്തെ നശിപ്പിച്ചു കളയും, അവനെ പരാജയപ്പെടുത്തും. വമഹക്ക ദിക്റുഹു, അവന്റെ പരാമർശം, അവന്റെ സ്മരണയെ അള്ളാഹു ഇല്ലാതാക്കി തീർക്കും. വഅസ്ബത ഇസ്മഹു ഫിന്നാർ, അവന്റെ നാമം നരകത്തിൽ സ്ഥിരപ്പെടുത്തും, നരകപട്ടികയിൽ അവന്റെ നാമം സ്ഥിരപ്പെടുത്തുമെന്ന്. ഇവിടെ വളരെ ഗൗരവത്തോടെ ഇത് തിരിച്ചറിയണം. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഊനിലൂടെ അള്ളാഹു പറയുന്നുണ്ടല്ലോ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തഅമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരക്കാർക്ക് നാശം. എങ്ങനെയുള്ള നമസ്കാരക്കാരാണ്? ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ്. അല്ലദീന ഹും യുറാഊൻ, അവർ മുറാഈങ്ങളാണ്. അവർ ഈ രൂപത്തിൽ മുറാഈങ്ങളാണ്, റിയാ ചെയ്യുന്ന ആളുകളാണ്, റിയാഇന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അതുകൊണ്ട് റിയാ ഇബാദത്തിനെ പൊളിച്ചു കളയും. എന്തിലധികം മഹാന്മാര് പറയുന്നു, റിയാ കടന്നു വരുമോ എന്ന കാരണത്താൽ ഇതുവരെ ശരിയല്ലെന്ന് പറയുന്നു. ലാ തുൽഹിറന്ന ഫളീലതൻ കൈ തുഅതഖദ് ലാ തുബ്രിസന്ന ലിയുൻകിറുക റദായിലാ. ലാ തുൽഹിറന്ന ഫളീലതൻ, ഒരു മഹത്വവും നീ വെളിപ്പെടുത്തരുത്. കൈ തുഅതഖദ, നിന്നെ വിശ്വസിക്കപ്പെടാൻ വേണ്ടി നിന്റെ ചില മഹത്വങ്ങൾ പറഞ്ഞ് ആളുകൾ വിശ്വസിക്കട്ടെ എന്ന് കരുതി നിന്റെ മഹത്വം നീ പറയരുത്, വെളിപ്പെടുത്തരുത്. എന്റെ കാര്യം, അങ്ങനെ വെളിപ്പെടുത്തുമ്പോ നിന്റെ മനസ്സിന്റെ അകത്തുള്ള വിശ്വാസം എന്നെ ആളുകൾ അംഗീകരിക്കണം എന്നാണല്ലോ. ആ ഒരു അംഗീകാരത്തിന് വേണ്ടി നിന്റെ മഹത്വം വെളിപ്പെടുത്തരുത്. ഇവിടെയാണ് ഇനി ഏതെങ്കിലും വളരെ നിഷ്കാമികളായ സാധുമാര്, പണ്ഡിതന്മാര്, കൂടുതൽ മറ്റു ധാരണകളൊന്നും നടത്താതെ വളരെ നിഷ്കളങ്കരായ ആളുകൾ ചിലപ്പോൾ ചില വസ്തുതകൾ പറയാറുണ്ട്. അവരെ കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ആ മഹത്തുക്കൾ അത് പറയുന്നത് അവരുടെ നിസ്വാർത്ഥതയുടെ, അവരുടെ നിഷ്കളങ്കത അവർക്കറിയില്ല. ഇത് പറഞ്ഞാൽ ജനങ്ങൾ വേറെന്തോ തെറ്റിദ്ധരിക്കോ. അത്ര സാഫായ കൽബുള്ള മനുഷ്യന്മാര്, അത്ര തെളിഞ്ഞ ആളുകൾ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ല അവരെ കുറിച്ച് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. നേരിട്ട് വ്യക്തമായി കണ്ടിട്ടൊന്നുമില്ല. മഹാനവറുകളെ കുറിച്ച് ഉസ്താദുമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉസ്താദ് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ആരെങ്കിലും ഉസ്താദ് ചോദിക്കാണ്, എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഉസ്താദ് വിളിച്ചു പറയൂത്രേ, കുഞ്ഞിപ്പാത്തുമ്മ ഒന്നും വേണ്ട. നമ്മളുണ്ടാവല്ലോ, ഒരാളുടെ വീട്ടിലേക്ക് കടന്നു നിന്നാൽ നമ്മളോട് ചോദിക്കുക എന്താ വേണ്ടത്, നമ്മൾ പറയോ ചായ വേണം, കഞ്ഞി വേണം, നമ്മൾ പറയൂല. നമ്മൾ ഒന്നും വേണ്ടെന്ന് പറയും. ആ ഒരു പറച്ചിൽ കേട്ട് നമ്മളൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യില്ല. കാരണം നമുക്കറിയാതെ മോൻ പറയുന്നത് തട്ടിപ്പിന് വേണ്ടിയാണ്. കാരണം അങ്ങനെ പറയാൻ സ്വാഭാവികമായ മാനസിക വിഷമങ്ങളുണ്ടാണ്. എന്നാൽ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രകൃതം എന്ന് പറയും സ്വാഫുൽ കൽബായപ്പോ കൂടുതൽ തട്ടിപ്പൊന്നും അറിയില്ല. വേണ്ടത് വേണ്ട പോലെ പറയും, വേണ്ടെങ്കിൽ വേണ്ടില്ല പറയും. കളവ് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു തട്ടിപ്പിന്റെ ശൈലി തന്നെ ഉപയോഗിക്കുന്ന അറിയാത്ത ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കൊടുക്കുന്നത് ബുദ്ധിമുട്ടിക്കലാണല്ലോ എന്ന് വളരെ നിഷ്കളങ്കമായി ചിന്തിക്കും. അങ്ങനെ ചില ഉസ്താദുമാരും പ്രവർത്തകരൊക്കെ ഉണ്ടാവും. അവരെ കുറിച്ചൊന്നല്ല പറയും. മൊത്തത്തിൽ നമ്മുടെ മഹത്വം നമ്മൾ വെളിപ്പെടുത്തുമ്പോ അത് മുഖേന നമുക്കൊരു അംഗീകാരം ലഭിക്കുക എന്നതാണ്. അപ്പോൾ എന്താകുന്നു, നമ്മളൊരു കർമ്മം ചെയ്തത് നമ്മുടെ അംഗീകാരത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദ് ഹൈദറസ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു ശറഹുൽ അസീസ് പതിരാ സമയത്ത് പള്ളിയിലേക്ക് കടന്നു നിന്നപ്പോ, ഞാനൊരു സമസ്തയുടെ സയ്യിദ് ഹൈദറോസ് മുസ്ലിയാരാണെന്ന് പറഞ്ഞാൽ മതി, സമസ്തന്റെ ഇന്നാലിന്ന പ്രവർത്തകനാണെന്ന് ഞാൻ പറയണ്ട.
CH ഹൈദ്രോസ് മുസ്ലിയാരാണ് ഞാനെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഉന്നതമായ മുറിയിൽ തന്നെ കിടന്നുറങ്ങാൻ സൗകര്യം ലഭിക്കും. അത് വേണ്ട, ഈ ഹൗദിന്റെ തിണ്ണ മതി എന്ന് തീരുമാനിച്ചത് താൻ സമസ്തയുടെ പേരിലൊന്നും നേടാൻ പാടില്ലല്ലോ എന്ന ചിന്ത കൊണ്ടാ. ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വരണം. അതാണ് നിന്നെ വിശ്വസിക്കപ്പെടുന്നതിന് വേണ്ടി നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തണ്ട. നിന്നെ ആളുകൾ അകറ്റുന്നതിന് വേണ്ടി നീ ഒരു മോശക്കാരനാണ്, നീ കൊള്ളാത്തവനാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിന്റെ മോശത്തരങ്ങളും നിന്റെ മോശമായ കാര്യങ്ങളും നീ വെളിപ്പെടുത്തണ്ട. അത് മുഖേന നീ ഒരു മോശമാണെന്ന് വരുത്തിർക്കണ്ട. മഹാനായ ശൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയാറുണ്ടത്രേ, ബഹുമാനപ്പെട്ടവര് ഏതെങ്കിലും പരിപാടിക്കോ മറ്റൊക്കെ പോയാ പണം കൊടുത്താ വാങ്ങും, പൈസ കൊടുത്താ വാങ്ങും. ചില ആളുകളുണ്ട് പൈസ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കും. പക്ഷേ ഇത് എന്റെ ശംസുലമ പറയും, ഇതുകൊണ്ട് പണം ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ ആൾക്കാർ കരുതും ഓർ പണം വാങ്ങാത്ത ആളാണ്, പണത്തോളം താല്പര്യമില്ലാത്ത ആളാണ് എന്നൊക്കെ പറയും. വെറുതെ എന്തിനാ നമ്മൾ ആൾക്കാരെ കൊണ്ടൊരു ഇല്ലാത്തത് നമുക്ക് പണം തീരെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത്? പണത്തോട് മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു ആവശ്യമില്ലാത്ത ആരുമില്ല. പിന്നെ പണം തന്നിട്ട് ഇതിന്റെ പേരിൽ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല. ഒരു തട്ടിപ്പ് തൽക്കാലം പ്രത്യക്ഷത്തിൽ നമ്മൾ വേണ്ടാപ്പാന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് അതൊരു കാപട്യം അഭിനയിക്കാന്നല്ലാതെ സത്യത്തിൽ പണം കിട്ടിയാൽ കൊള്ളാമെന്ന അഭിപ്രായമുണ്ട്. എന്നിട്ട് പിന്നെ വേണ്ടാന്ന് പറയണ്ടല്ലോ. സത്യം പണം കിട്ടുകയും ചെയ്യും, നമ്മുടെ തെറ്റായ ധാരണയെ പരിചയപ്പെടുത്തൂല്ല. അങ്ങനെയാണല്ലോ സ്വാഭാവികമായും ഉള്ളതുപോലെ. നിന്റെ മഷളത്തരങ്ങൾ, നിന്റെ മോശങ്ങൾ നിന്നെ നിഷേധിക്കാൻ വേണ്ടി നീ വെളിപ്പെടുത്തരുതേ. രണ്ടും ശരിയല്ല. നമ്മളൊരാളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണ്ട, നമ്മളൊരാളെ തള്ളാൻ നമ്മൾ ശ്രമിക്കണ്ട. നമുക്ക് ആരെന്ത് തരുന്നോ അത് തന്നോട്ടെ, അതിന് നമുക്കൊരു കഴമ്പുമില്ല. ആള് നമ്മളെ ബഹുമാനിച്ച് നമ്മൾ വെല്ലാടും ആവൂല, ആള് നമ്മളെ എകയത്തിച്ച് നമ്മളെ മോശാവൂല്ല. അള്ളാഹുവിന്റെ അടുക്കലാണ് നമ്മളെ എല്ലാ കണക്കും. നമ്മളറിയാലോ, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ എന്ന് പറഞ്ഞ ആളുകൾ, പൊടി പുരണ്ട വളരെ വൃത്തിഹീനമായി പലപ്പോഴും തോന്നാവുന്ന എത്ര ആളുകളാണ്. അവർ അള്ളാഹുവിനെ പിടിച്ച് ചില കാര്യങ്ങൾ സത്യം ചെയ്താൽ അത് നടപ്പിലാകും എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള മഹത്തുക്കൾ. അതുകൊണ്ട് നമ്മുടെ മഹത്വം മറ്റൊരാളെ വെളിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണ്ട, നമ്മുടെ ഇല്ലായ്മയെ വെളിപ്പെടുത്താൻ ശ്രമിക്കേണ്ട. അള്ളാഹു മറച്ചു വെച്ചൊന്നും നമ്മളെന്തിനാ വെളിപ്പെടുത്തുന്നത്? എല്ലാ അർത്ഥത്തിലും നന്മ ചെയ്യുന്നതും നന്മ ചെയ്യാതിരിക്കുന്നു ഒന്നും അള്ളാഹു വല്ലാത്തതിന് വേണ്ടി ആവരുത്. ഇത്ര വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവര്, ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാനാ സംബി ഇബ്ലിം മുസ്സിലാ. ഈമാനും അതുകൊണ്ടാ ചില ആളുകളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന്, അതേപ്രകാരം സംഘടനാ രംഗത്തു നിന്നൊക്കെ മാറി നിൽക്കും ചില ആളുകൾ. കാരണം ഇതെന്റെ ഇഖ്ലാസിന് കമ്മി വരുമോന്ന് പേടിച്ചിട്ട്. ഞാൻ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അങ്ങനെയാണല്ലോ, അത് നമ്മളെ നശിപ്പിച്ച് നമ്മൾ മറ്റുള്ളവരെ നന്നാക്കണ്ടല്ലോ. നമ്മൾ നശിച്ച് മറ്റുള്ളവർ നന്നാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരരുതല്ലോ. നമ്മൾ നശിക്കുക എന്നിട്ട് മറ്റുള്ളവർ നന്നാകുക, അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ നന്നാവണം, അതോടൊപ്പം മറ്റുള്ളവരെയും നന്നാക്കണം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഹാദീങ്ങളിലും മുഹ്തദീങ്ങളിലും സന്മാർഗസ്ഥരിലും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരിലും അള്ളാഹു നമ്മളെ പെടുത്തുമാറാവട്ടെ. നമ്മൾ മോശമായിട്ട് അത് നമ്മുടെ നൂലിന്റെ മെഴുകുതിരിയുടെ ഏർപ്പാടല്ല നമ്മൾ ചെയ്യേണ്ടത്. മെഴുകുതിരി സ്വയം ഉരുകിത്തീരുക, ഓനൊന്നും അല്ലാതിരിക്കാം. ഒരർത്ഥത്തിൽ മെഴുകുതിരിയാവണം, അത് മറ്റൊരു വിഷയം. ഈ ഒരർത്ഥത്തിൽ ഒന്നുമല്ലാതെ നമ്മളായി മറ്റുള്ളവർ നന്നാവലല്ല, നമ്മൾ നന്നാവുന്നു, അതോടൊപ്പം മറ്റുള്ളവർക്കും നന്മയുടെ വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോ എനിക്ക് ഇഖ്ലാസ് നഷ്ടപ്പെടുകയും ഞാനൊരു എല്ലാം ജനങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേരുമോ എന്ന ഭയം കാരണം പലരും സംഘടനാ രംഗങ്ങളിൽ നിന്ന് അതുപോലെ പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. എല്ലാവരും അങ്ങനെ മാറി നിന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയോ അത് മറ്റൊരു വിഷയം. ഏതായാലും പറഞ്ഞു വന്നത്, ഇഖ്ലാസിന് ഒരിക്കലും കളങ്കം സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാൻ പറഞ്ഞത്, ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാനാ സംബി ഇബ്ലിം മുസ്സിലാ. ഒരാളുടെ ഈമാൻ അത് സമ്പൂർണമാകൂല, ഹത്താ യറാനാ സംബി ഇബ്ലിം മുസ്സിലാ. ആളുകളെ ഒരു ഒട്ടകത്തോട് ഉപമിക്കപ്പെടുന്നത് വരെ, ഒട്ടകം കാണുന്നുവെന്ന് കരുതി ഒരു സൽക്കർമ്മം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരൂല, ഒരു സൽക്കർമ്മം ചെയ്യാതിരിക്കാനും മുന്നോട്ട് വരൂല. എങ്കിൽ ആ രൂപത്തിലെ ജനങ്ങളെയും ഈ വിഷയത്തിൽ കാണാവൂ. പൊതുജനം കഴുതയാണ് എന്ന
ഒരു പൊതു ഭാഷയുണ്ടല്ലോ, ചില രാഷ്ട്രീയക്കാരുടെ ഭാഷയുണ്ടല്ലോ, ആ ഭാഷയല്ല പറയുന്നത്. മറിച്ച് ആളുകളെ കണ്ടു എന്നതിന്റെ പേരിൽ ഒരു നന്മ ചെയ്യാനോ ആളുകൾ കാണുന്നില്ലെന്ന് കരുതി ഒരു നന്മയെ ഉപേക്ഷിക്കാനോ രണ്ടിനും നമ്മൾ നിൽക്കരുത്. അങ്ങനെ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ താല്പര്യം ഈമാൻ സമ്പൂർണമല്ല, ഈമാൻ പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കർമ്മങ്ങളൊക്കെ പലപ്പോഴും നിഷ്ഫലമാവാനാണ് സാധ്യത. വൻദുർ ഇലാ നളിരിൽ അലീമി ഫതക്മുലാ ഈമാനു മർഇൻ ലാ യകൂനു തകാമുലാ ഹത്താ യറാനാ സംബിബിലിം മുസ്സിലാ ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. ആളുകൾ മദ്ഹ് പറയട്ടെ, ആളുകൾ പ്രശംസിക്കട്ടെ, ആളുകൾ കുറ്റം പറയട്ടെ, രണ്ടും അവന് തുല്യമാണ്. അവൻ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. നാട്ടുകാരെന്തു പറയും, ജനങ്ങളെന്തു പറയും എന്ന് കരുതിയിട്ടല്ല അവന്റെ പ്രവർത്തനം. ജനങ്ങളെന്തു പറയുന്നു, നാട്ടാരെന്തു പറയുന്നു എന്നതല്ല, ഖാലിക്കായ തമ്പുരാൻ എന്ത് പറയുന്നു. ഖാലിക്കായ റബ്ബിനാണല്ലോ ജീവിതം, ഖാലിക്കായ റബ്ബിന് വേണ്ടിയാണല്ലോ കർമ്മങ്ങൾ. ഇത് പൂർണ്ണമായും റബ്ബിനനുസൃതമാവണം. പലപ്പോഴും നന്മയുടെ വഴിയിൽ നമ്മെ തടച്ചിടാനുള്ള ഒരു ശല്യമാണ് നാട്ടാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയുമെന്ന ചിന്ത. ഇത് സത്യത്തിൽ പലപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിനെ ബാധിക്കാറുണ്ട്. അള്ളാഹുവിന്റെ താഴത്തിലൂടെയുള്ള മുന്നോട്ടുള്ള ഗമനത്തെ ബാധിക്കാറുണ്ട്. എങ്കിലാലോചിക്കണം, ഇഖ്ലാസിന് കമ്മിയുണ്ട്. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും കരുതും നമുക്കൊക്കെ ഇഖ്ലാസ് ഉണ്ട്, ഇഖ്ലാസിനൊന്നും കുഴപ്പമില്ല, ഇഖ്ലാസ് ഇല്ലാത്ത വേറെ കുറച്ച് ആൾക്കാരാണെന്ന് നമ്മൾ കരുതിയേക്കാം. പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പഠിക്കണം. ഇഖ്ലാസ് ഉണ്ടോ? ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണോ? നമ്മളെ ഒരാളികയത്തുന്ന നമുക്ക് മോശമായി തോന്നാറില്ലേ? നമ്മളൊരു പ്രവർത്തനം നടത്തി നന്മയാണെന്ന് കരുതിയിട്ട് മാത്രം നന്മ തന്നെയാണ് താനും. എന്നാലും വേറൊരാള് നമ്മളെ കുറ്റം പറയുന്ന കണ്ടാൽ നമുക്ക് തോന്നും പടച്ചവനെ മതി, പണി നിർത്തിയേക്കാം, ഇനി പണിയാകൂല എന്ന് നമ്മൾ നിർത്തിയാൻ ചിലപ്പം തീരുമാനിക്കും. എന്തേ കാര്യം? നാട്ടുകാര് കുറ്റം പറഞ്ഞാൽ നമുക്ക് സഹിക്കുന്നില്ല. അതേസമയം ഒരു പണി ചെയ്യണ്ടെന്ന് കരുതിയാലും ചിലപ്പോൾ നാട്ടുകാരുണ്ട് പൊക്കിയാൽ നമ്മളങ്ങ് ചെയ്യും എന്ന് പറയുന്ന നാട്ടുകാരെ മദ്ഹിനാണ് നമ്മൾ വില നൽകിയത്. നാട്ടുകാരുടെ മദ്ഹും നാട്ടുകാരുടെ ദമ്മും സൈമാണ്. ലം യഖ്ശ ലൗമത ലായിമിൻ ഫീ ദിൽ ഉലാ. ഈ ഔന്നത്യമുடைய റബ്ബിന്റെ വിഷയത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടാതെ റബ്ബിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ, റബ്ബിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ, പലപ്പോഴും കള്ളുടിയൻ കുടിക്കാതിരിക്കുന്നത് ആളുകള് നാട്ടാരെ പേടിച്ചിട്ടാ. അങ്ങനെ ആ പടച്ചോനെ പേടിയില്ലെങ്കിലും പടപ്പിനെ പേടിയുള്ള കാലം ഇത്. പടച്ചോനെ പേടിയില്ല, പടപ്പിനെയാ പേടി. പടച്ചവനെയാ പേടിക്കേണ്ടത്, പടപ്പിനെ പേടിച്ചത് കൊണ്ടായില്ല. പടപ്പിനെ പേടിച്ച് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പകരം പടച്ചവനെ പേടിച്ച് തിന്മയിൽ നിന്ന് മാറി നിൽക്കൂ. പടപ്പിനെ പേടിച്ച് പള്ളിയിൽ കടന്നു വരുന്നു, പടച്ചവനെ പേടിക്കാതെയാണ് വരുന്നത്. പടച്ചവനെ പേടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരൂ. ചിലരെങ്കിലുണ്ട് വെള്ളിയാഴ്ച ജുമക്ക് മാത്രം വരുന്ന ആളുകൾ. എന്തേ വെള്ളിയാഴ്ച വരുന്നത്? വെള്ളിയാഴ്ചയും വന്നിട്ടില്ലെങ്കിലും നാട്ടുകാര് ചോദിക്കൂലേ മുസ്ലിമാണോ? ചോദിക്കും. അതുകൊണ്ട് നാട്ടുകാരൊന്ന് മറുപടി എടുക്കണം. ഇവിടെയാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന് വളരെ അർത്ഥവത്തായ വാക്കാണ്. നാട്ടുകാര് ജനങ്ങളെ ഒരു ഒട്ടകമായി കാണണം, ജനങ്ങളെ ഒരു ഒട്ടകമായി സങ്കല്പിക്കണം. ഇത്രമേൽ ഗൗരവമുള്ള വാക്കാം. എന്നിട്ട് അവരുടെ മദ്ഹും ദമ്മും സൈമ് അങ്ങനെ ആവോ? സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളെ കുറിച്ച്. ആളുകൾ പൊക്കുന്നാണ്ടാ നമുക്ക് നമ്മളും പൊങ്ങും, അതിനനുസരിച്ച് ആളുകൾ ഇകഴ്ത്താൻ നമുക്കും അതിനനുസരിച്ച് ഡൗൺ ആവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാനിതൊരു വിഷയം പറയും, ഈ വിഷയം നമ്മൾ സമർത്ഥിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ നമുക്ക് കയറ്റാൻ കഴിയും എന്ന് ആലോചിക്കാനാണ്. എങ്ങനെ ഒരു ഇഖ്ലാസുള്ള പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയും. പലപ്പോഴും നമ്മൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യാൻ എന്റെ സഹോദരിമാര് ശബ്ദം ശ്രവിക്കുന്നവരിലുണ്ടാവും. ചില സഹോദരിമാരൊക്കെ നന്നായി നടക്കണം, അതുപോലെ മുഖവും മുങ്കയൊക്കെ മറച്ചു നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ അവരെ പലപ്പോഴും തടസ്സാക്കാറുള്ള ഇതൊക്കെ ഇട്ട് നടന്ന ചിലപ്പോൾ ആൾക്കാർ പറയും ഖുർആന്റെ നടുക്കഷ്ണാണ്, ഓ ഇത്ര ആളും എങ്ങനെയാ നടന്നേ എന്നൊക്കെ ചോദിച്ചു പരിഹസിക്കും. അതല്ലല്ലോ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് നമ്മൾ പിന്നീട് നല്ലൊരു ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനനുസൃതമായി ജീവിക്കണം.
ചിലരൊക്കെ ഹജ്ജ് കഴിഞ്ഞ് വന്ന നാട്ടിൽ നിന്ന് നന്നായി നടക്കാന്നൊക്കെ കരുതി ആരോടും കൂടുതൽ വർത്തമാനം പറയാതെ കൂടുതൽ അത്തരം സ്വറകളിൽ നിന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ പിന്നെ നാട്ടുകാരുടെ കമന്റ് തുടങ്ങും. ഓൻ മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, എത്ര ആള് ഹജ്ജ് ചെയ്തിന്. ഇത് കേട്ടാ പിന്നെ ഓൻ തള്ളി, പിന്നെ ഓൻ തോന്നും മതി നടക്കട്ടെ, ഈ പോന്ന പോക്ക് പോകട്ടെ. ഇങ്ങനെ പലപ്പോഴും നാട്ടുകാരുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ മനം നൊന്നിട്ട് പലപ്പോഴും മുന്നോട്ടുള്ള ഗമനത്തിന് നമുക്ക് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും വനിതാ ക്ലാസ്സുകളും മറ്റൊക്കെ വരുന്ന ചോദ്യങ്ങളും അതിനൊക്കെ മനസ്സിലാക്കിയെടുത്ത ചില വസ്തുതകൾ പറഞ്ഞെന്ന് മാത്രം. ഏതായാലും നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് നാട്ടാരോ വീട്ടുകാരോ നമുക്ക് തടസ്സമാകരുത്. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജസല്ലാഹു അന്നാ കുല്ല മല്ലസ്തു അരിഫു, എനിക്ക് പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെ അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരണം അവര് കാരണം എനിക്കൊരു തെറ്റും വന്നിട്ടില്ല, അവരെന്നെ കൊണ്ട് ഒരു തെറ്റും ചെയ്യിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്കൊക്കെ അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മഹാന്മാരൊക്കെ പദ്യമാലപിച്ച് നമുക്ക് കാണാൻ പറ്റും. ജസല്ലാഹു അന്നാ കുല്ല മല്ലസ്തു അരിഫു, എനിക്ക് പരിചയമില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരണം എന്താ? അവര് കാരണം കൂടുതൽ തെറ്റൊന്നും എന്നിലേക്ക് വന്നിട്ടില്ല എന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയമുള്ള ആളുകൾ നമ്മളെ പലപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സമാവാറുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം അതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തൽക്കാലം ഞാൻ ആവശ്യം ചുരുക്കുന്നു, മറ്റേ ക്ലാസ്സിലേക്ക് തന്നെ വരുന്നു. അമലുൽ അജലിന്നാസി ശിർകുൻ തർക്കുഹു ലിന്നാസി ദാകഹു വല്ലിയാഉ സബഹ്ലലാ. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യല് മാത്രമല്ല, മറ്റുള്ളതിന് വേണ്ടി ഇബാദത്ത് ചെയ്യല് മാത്രമല്ല ശിർക്ക് റിയാ എന്ന് പറയുന്നത്, ആളുകൾക്ക് വേണ്ടി ചെയ്യാതിരിക്കലും ശിർക്കാണ്. അമലുല്ലി അജലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യൽ ശിർക്കാണ്. തർക്കുഹു ലിന്നാസി ദാകഹു വദ്ദിയാ, ജനങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങളെ ഉപേക്ഷിക്കലും റിയാ ആണ്. അതാണ് റിയാ. ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന് ചെയ്യാണ്ടിരിക്കുക. ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും, വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാവും. പലപ്പോഴും അതിന് മുന്നിൽ വിഘാതമാകുന്നത് നാട്ടുകാരും വീട്ടുകാരും. നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ട നിലപാട് ലം യഖ്ശ ലൗമത ലാഇമിൻ ഫീ ദിൽ ഉലാ, അല്ലാഹുവല്ലാത്തവരെ ഭയപ്പെടരുത്, അല്ലാഹുവിനെ മാത്രം കാണുക. അവസാനം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ വചനം, അത് ഓർമ്മിച്ച് തൽക്കാലം ഞാൻ ഇന്നത്തെ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് സ്റ്റോപ്പ് ചെയ്യാം. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില ഇൻ കുൻത തത്ലുബു ഇൻദ നാസിം മൻസില. ലാ തത്ലുബൻ, മോനെ നീ പ്രതീക്ഷിക്കണ്ട, നീ ആഗ്രഹിക്കണ്ട, നീ ലക്ഷ്യം വെക്കണ്ട. ഇൻദൽ മുഹൈമിനി, എല്ലാം സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഖാലിഖായ റാസിഖായ മുഹൈമിനായ തമ്പുരാന്റെ മുന്നിൽ നീ പ്രതീക്ഷിക്കണ്ട. മൻസില, ഒരു സ്ഥാനവും പ്രതീക്ഷിക്കണ്ട. ഇൻ കുൻത തത്ലുബു ഇൻദ നാസിം മൻസില, ആളുകൾക്കിടയിൽ നീ സ്ഥാനം പ്രതീക്ഷിക്കുന്നവനാണെങ്കിൽ. ഗൗരവമുള്ള വാക്കാണ്, ആലോചിക്കണം. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില, അള്ളാഹുവിന്റെ മുന്നിൽ, ഖാലിഖായ റാസിഖായ തമ്പുരാന്റെ മുന്നിൽ ഒരു സ്ഥാനവും നീ പ്രതീക്ഷിക്കണ്ട. ഇൻ കുൻത തത്ലുബു ഇൻദ നാസിം മൻസില, ജനങ്ങളുടെ അരികിൽ നീ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നവനാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. ആൾക്കാർക്കിടയിൽ സ്ഥാനമാനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാള്? അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യനെ പഴപ്പിക്കുന്ന ആടിലേക്ക് ഇറങ്ങി ആട്ടിൻപറ്റങ്ങളിലേക്ക് ഇറങ്ങിയ ചെന്നായ്ക്കൾ അപകടം വരുത്തുന്നതിനേക്കാൾ ഉപരി അപകടം വരുത്തുന്നത് ഒരു മനുഷ്യന്റെ സ്ഥാനങ്ങളോടുള്ള മോഹവും അതുപോലെ സമ്പത്തിനോടുള്ള മോഹവുമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്ഥാനമാനങ്ങളോടൊക്കെ സ്നേഹമില്ലാത്ത ആരാളുടെ? പ്രശംസയെ സ്നേഹിക്കാത്ത ആരാളുള്ളത്? തീരെ പ്രശംസ സ്നേഹിക്കരുന്നല്ലേ പറഞ്ഞത്. അതിനു വേണ്ടിയൊന്നും പ്രവർത്തനം നടത്തരുത്, പ്രവർത്തനം നടത്താതിരിക്കുകയും ചെയ്യരുത്. ചില നന്മ പറയാൻ ചിലയൊക്കെ തടസ്സപ്പെടുത്തല്, അത് പറഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് പിടിക്കൂല എന്നുള്ളതാണ്. ചില നന്മ ചെയ്യാൻ തടസ്സപ്പെടൽ, അത് പറഞ്ഞ നാട്ടുകാർക്ക് പിടിക്കൂല. കാരണം അങ്ങനെയാണ് നമ്മളെല്ലാം തിന്മയിലേക്ക് സഞ്ചരിക്കാം. ഏതായാലും പറഞ്ഞു വന്നത്, ഈ ഒരു വകുപ്പ് വലിയ ആലോചിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, ഞാൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, സൂറത്തുൽ ബഖറയിലെ ഈ വചനം,
അവസാനമായി പരിശുദ്ധ ഖുർആനിൽ അവതീർണമായ വചനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നത് എപ്പോഴാ എങ്ങനെയാ മടക്കപ്പെടുക ഒന്നും പറഞ്ഞുകൂടാ. ഇന്നലെ ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്ത് താജുദ്ദീൻ ദാരിമി എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, കണ്ണൂർ ജില്ലയിലെ കാങ്കോൽ എന്ന പ്രദേശത്തുള്ള ഒരു സുഹൃത്തിന്റെ ഉമ്മ സുബ്ഹി നമസ്കാരത്തിന് എഴുന്നേറ്റു. സുബ്ഹി നിസ്കരിച്ചോ എന്നറിയില്ല, മുസല്ലയിൽ ഇരുന്നപ്പോ എന്തോ ഒരു നെഞ്ചുവേദന. ആ നെഞ്ചുവേദന അനുഭവപ്പെട്ട് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലെന്നൊക്കെ കേൾക്കുന്നു. ഏതായാലും ആ ഉടനെ തന്നെ മരിക്കുകയും ഒന്നും അതുവരെ ഒരു പ്രശ്നമില്ല, അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല. പെട്ടെന്ന് സുബ്ഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഉടനെ അങ്ങ് മരണവും നടന്നു. അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് നമ്മൾ അനുഭവിക്കുന്നതും അറിഞ്ഞതുമായ എത്ര സുഖങ്ങളാണ്. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷകളുമായി മുന്നോട്ട് വരിക. ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുന്ന രൂപത്തിലൊക്കെ മരണങ്ങൾ നമ്മളെ മുന്നാലെയുണ്ട്. എന്നാലും അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ പോലും നമ്മുടെ ഭാഗത്തുണ്ടാവാറില്ല. മറ്റൊരു ആലോചന ഉണ്ടെങ്കിൽ തന്നെ കുറെ രക്ഷപ്പെടും. ഫിക്ർ വലിയ വിഷയം. അള്ളാഹു നമ്മുടെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹി ഉസ്താദിന്റെ ഖുർആൻ പാരായണ ക്ലാസ് സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും വളരെ മഹത്തായ ആ ക്ലാസ്സിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ തൽക്കാലം വിടവാങ്ങാൻ സമയം അതിക്രമിച്ചിട്ടുണ്ട്. അർഹമുർ-റഹീമായ റബ്ബ് നല്ലത് പറയാനും അത് കേൾക്കാനും അതിലുപരി ഉൾക്കൊള്ളാനും നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവന്റെ തൃപ്തിയിൽ അവന്റെ തൃപ്തിയിലായി ജീവിതം മുഴുവൻ ജീവിക്കാനും മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിലുപരി